നമസ്കാരം. അമേരിക്കൻ ധനകാര്യ സ്ഥാപനമായ ക്യാപിറ്റൽ വണ്ണിലെ ഇന്ത്യൻ മാനേജർമാർക്കെതിരെ വൻ കോഴി ആരോപണം. വിസ ഫയൽസ് എന്ന ഓൺലൈൻ പ്രസിദ്ധീകരണമാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. അമേരിക്കൻ തൊഴിലാളികളെ തഴഞ്ഞ് കുറഞ്ഞ ശമ്പളത്തിൽ H-1B വിസക്കാരെ നിയമിക്കാൻ റിച്ച്മണ്ടിലെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ഒത്താശയോടെ മാനേജർമാർ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ കോഴ റാക്കറ്റിന് നേതൃത്വം നൽകുന്നുവെന്ന ഗുരുതര ആരോപണമാണ് വിസ ഫയൽസ് ഉന്നയിക്കുന്നത്. ചുരുക്കത്തിൽ, അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരെ ക്യാപിറ്റൽ വണ്ണിൽ നിന്ന് പുറത്താക്കുകയും പകരം കുറഞ്ഞ ശമ്പളത്തിൽ യോഗ്യതയില്ലാത്ത H-1B, F-1, H-4 വിസക്കാരെ ജോലിക്ക് വെക്കുകയും ചെയ്യുന്നു. ശമ്പള വ്യത്യാസത്തിലെ തുക മാനേജർമാർ അടിച്ചുമാറ്റുകയാണ്. പെരുപ്പിച്ചു കാണിക്കുന്ന ബില്ലുകളും കരാർ ജീവനക്കാരുടെ കുറഞ്ഞ ശമ്പളവും തമ്മിലെ വ്യത്യാസമാണ് മാനേജർമാർ സ്വന്തം പോക്കറ്റിലാക്കുന്നത്. ഈ വിഷയം തൊഴിൽ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബറിന്റെ പ്രൊജക്ട് ഫയർവാൾ അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ക്യാപിറ്റൽ വണ്ണിലെ മുതിർന്ന ഇന്ത്യൻ ഡയറക്ടർമാർ അടുത്ത ബന്ധമുള്ള ബോഡി ഷോപ്പുകൾക്ക് കരാറുകൾ നൽകുന്നു. GC സർവീസസ്, നെക്സ്റ്റ് സോഴ്സ്, അപെക്സ്, ആർടെക് ഇൻഫർമേഷൻ, അസ്ട്രൈറ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് പ്രാഥമികമായി കരാറുകൾ സ്വന്തമാക്കുന്നത്. ഈ സ്ഥാപനങ്ങൾ റിച്ച്മണ്ട് ഗ്ലെൻ ഭാഗത്തെ ഗൂഢമായ ഇന്ത്യൻ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനികൾക്ക് ഉപകരാർ നൽകുന്നു. ആർട്ടിഫിഷ്യൽ LLC, ഇന്റലക്ട് ടെക്നോളജീസ്, ഗ്ലോബൽ സുമി ടെക്നോളജീസ് ഇൻക് തുടങ്ങിയവരെയാണ് ഇത്തരത്തിൽ ഉപകരാർ ഏൽപ്പിക്കുന്നത്. ഈ ഉപകരാർ സ്ഥാപനങ്ങൾ കരാർ ഒപ്പിടുന്ന ക്യാപിറ്റൽ വൺ ഡയറക്ടർമാരുടെ ബന്ധുക്കളോ കോളേജ് സുഹൃത്തുക്കളോ ആണ് നടത്തുന്നത്. രഞ്ജിത്ത് കസനബോയിന, ശ്രീനിവാസം സെട്ടി, ഗണേഷ് കണ്ടുല, സതീഷ് KC ബോയിന എന്നിവരുൾപ്പെടെയുള്ള ഡയറക്ടർമാർക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് ആരോപണം. മണിക്കൂറിന് $120 മുതൽ $160 നിരക്കിൽ ക്യാപിറ്റൽ വണ്ണിൽ ബില്ല് ചെയ്യുന്ന ജീവനക്കാർക്ക് $60 മുതൽ $70 മാത്രമാണ് ശമ്പളം നൽകുന്നത്. ശേഷിക്കുന്ന $50 മുതൽ $90 വരെയുള്ള ഡോളർ തുക പ്രധാനമായും ബോഡി ഷോപ്പുകൾക്കും ഉപകരാറുകൾക്കും പങ്കിട്ടെടുക്കുകയും അതിന്റെ ഒരു ഭാഗം ക്യാപിറ്റൽ വൺ മാനേജർമാർക്ക് പണമായോ മറ്റു മാർഗങ്ങളിലൂടെ കൈക്കൂലിയായി നൽകുകയും ചെയ്യുന്നു. വിസ ചട്ടങ്ങൾ ലംഘിച്ച് വ്യാജരേഖകളും തെറ്റായ തൊഴിൽ വിവരങ്ങളും നൽകി H-1B, F-1, H-4 വിസയിലുള്ളവരെ കുറഞ്ഞ ശമ്പളത്തിൽ നിയമിക്കുന്നതിലൂടെയാണ് അമേരിക്കൻ തൊഴിലാളികളെ വ്യാപകമായി ഒഴിവാക്കുന്നതെന്നാണ് ആരോപണം. ക്യാപിറ്റൽ വണ്ണിലെ ഇന്ത്യൻ വംശീയ പക്ഷപാതത്തെക്കുറിച്ചും പ്രതികാര നടപടികളെക്കുറിച്ചും മുതിർന്ന എഞ്ചിനീയറായ അമർസെക് ഉൾപ്പെടെയുള്ളവർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നിയമപരമായി അവകാശമുള്ള കുട്ടികളെ നോക്കാനുള്ള അവധി എടുത്തതിന്റെ പേരിൽ ഡയറക്ടർമാരായ ശേഖർ ജ, പ്രത്യക്ഷ ഗദ്ര എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യൻ മാനേജർമാർ തന്നോട് പ്രതികാര നടപടി സ്വീകരിച്ചതായി സെക് ആരോപിച്ചു. അദ്ദേഹത്തിന്റെ പ്രകടനം ശക്തമെന്നതിൽ നിന്ന് അസ്ഥിരമായി തരം താഴ്ത്തുകയും ജോലിയിൽ തിരികെ പ്രവേശിച്ചപ്പോൾ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ നൽകി ഒഴിവാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വ്യക്തമായ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്ത ഇന്ത്യൻ സഹപ്രവർത്തകർക്ക് പോലും കമ്മ്യൂണിക്കേഷൻ എന്ന മാനദണ്ഡത്തിൽ ഉയർന്ന റേറ്റിംഗ് നൽകി പ്രോത്സാഹിപ്പിക്കുകയും യോഗ്യതയുള്ള അമേരിക്കൻ പൗരന്മാരെ തരം താഴ്ത്തുകയും ചെയ്യുന്ന വംശീയ പക്ഷപാതം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ക്യാപിറ്റൽ വണ്ണിന്റെ ടെക്സാസിലെ പ്ലാനോ ഓഫീസിൽ പകുതിയിലധികം ജീവനക്കാരും H-1B വിസയിലുള്ള ഇന്ത്യക്കാരാണെന്ന് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു. 15 പേരുള്ള ഒരു യോഗത്തിൽ 2 അല്ലെങ്കിൽ 3 പേർ മാത്രമായിരിക്കും അമേരിക്കക്കാർ. സ്ഥാപനത്തിലെ മാനേജ്മെന്റ് തസ്തികകളിൽ ഏകദേശം 75% H-1B വിസയിൽ വന്നവരോ മുൻപ് H-1B വിസ ഉണ്ടായിരുന്നവരോ ആണെന്നും ഭൂരിഭാഗം പേർക്കും 5 വർഷത്തിൽ താഴെ മാത്രം എഞ്ചിനീയറിംഗ് പരിചയമേ ഉള്ളൂവെന്നും ആരോപണമുണ്ട്. യോഗ്യതയില്ലാത്തവരെ പ്രോത്സാഹിപ്പിക്കാനും അമേരിക്കൻ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടാനും PIP, സ്റ്റാക്ക് റാങ്കിംഗ് തുടങ്ങിയവ ഇന്ത്യൻ മാനേജർമാർ ദുരുപയോഗം ചെയ്യുന്നതായി മുൻ ജീവനക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഗ്ലോബൽ സുമി ടെക്നോളജീസ് ഇൻക്, ആർട്ടിഫിഷ്യൽ LLC, ഇന്റലക്ട് ടെക്നോളജീസ്, അർക്ക ടെക്നോളജീസ്, റൈസിംഗ് ടൈഡ്സ് സൊല്യൂഷൻസ് LLC എന്നീ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന ഈ വിഷയത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലേബർ ഉടൻ അന്വേഷണം ആരംഭിക്കണമെന്നാണ് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്.